ഹായ് നമസ്കാരം. ജനനായകൻ എന്ന ചിത്രം ഇനിയെന്ന് റിലീസിനെത്തുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് നമ്മുടെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായത്. മറ്റൊന്നുമല്ല, നമ്മുടെ മൻസൂർ അലിഖാൻ എന്ന് പറഞ്ഞ നായകനായിട്ടുള്ള വില്ലനായിട്ടൊക്കെ വന്നിരുന്ന നടനുണ്ടല്ലോ, വില്ലനായിട്ടാണ് അദ്ദേഹം തകർത്ത് അഭിനയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലിയോയ്ക്ക് വലിയൊരു ഹൈപ്പ് കൊടുക്കാൻ കാരണക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വ്യക്തമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സെൻസർ ബോർഡിൻ്റെ ചില നയങ്ങളെക്കുറിച്ചും വളരെ സംശയത്തോടെയാണ് നോക്കി കാണുന്നതെന്നാണ് അദ്ദേഹത്തിന് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഒരുപാട് വിവാദ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പല സിനിമകൾക്കും ഇവിടെ അനുവാദം കൊടുത്തു സെൻസർ ബോർഡ്. നമുക്കറിയാം, കാശ്മീർ ഫയൽസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്തെ ഒട്ടനവധി നാറ്റിക്കാൻ ശ്രമിച്ച ഒരു സിനിമയായിരുന്നു കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ. അതിൽ 3 പേര് പോയതിന് 30,000 പേര് പോയി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തായാലും സെൻസർ ബോർഡിൻ്റെ വിവേചനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ തരമില്ല. 27-ന് ഇറങ്ങേണ്ടിയിരുന്ന സിനിമ എന്ന് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരും ഇത് പൊങ്കലിന് ഇറങ്ങേണ്ടതായിരുന്നു. ജനുവരി 9-ന് ഇറങ്ങേണ്ട സിനിമ 27-ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. അതും നീട്ടി പോവുകയാണ്. ഇത് ഫെബ്രുവരിയിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു ഈ പോക്ക് കണ്ടിട്ട്. മാത്രമല്ല, സെൻസർ ബോർഡിനെതിരെ നിർമ്മാതാക്കളും കേസ് കൊടുത്തിരുന്നു. അപ്പോൾ ആ കേസിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം നിർമ്മാതാക്കൾ വലിയൊരു തുക സിനിമയ്ക്ക് വേണ്ടി മുടക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു. ആ സിനിമ ആദ്യത്തെ ദിവസം തന്നെ വലിയൊരു കളക്ഷൻ നേടുമെന്നൊക്കെ. പക്ഷേ സിനിമ റിലീസാവാതെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ വലിയൊരു പാപ്പരത്തമാണ്. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയെങ്കിലും അത് കേസുകൾ പിൻവലിച്ച് ഒത്തുതീർപ്പിലേക്കാണ് പോകുന്നതെന്ന് അറിയുന്നത്. മൻസൂർ അലിഖാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും പറയാനുള്ളത് കേട്ടോ. കാരണം ഇതിലും വലിയ വിഷയങ്ങൾ പറയുന്ന പല സിനിമകൾക്കും ഈസി ആയിട്ട് സെൻസർ ബോർഡ് അനുവാദം കൊടുക്കുകയും അദ്ദേഹത്തിനെ, പ്രത്യേകിച്ച് വിജയനെ, തങ്ങളുടെ പരിധിയിലേക്ക് ആക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളൊരു കുര കേൾക്കുന്നുണ്ടായിരിക്കും പുറകിൽ നിന്ന്. എൻ്റെ വീടിനടുത്തുള്ള ഒരു ശ്വാനൻ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് എനിക്കിത് തോന്നുന്നത് കേട്ടോ. കാരണം അമ്പിളിമാമനെ നോക്കി നായ്ക്കൾ കുരയ്ക്കാറുണ്ട്. അതുപോലെയാണ് വിജയനെ നോക്കി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളികളെല്ലാം കുരച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ എങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സിനിമയാണെന്നൊക്കെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഭഗവന്ത് കേസരിയുടെ റീമേക്കാണെന്ന് പറയുന്നു, ഇനി അതുമല്ല വേറെ രീതിയിലുള്ള സിനിമയാണെന്ന് പറയുന്നു. ഏത് രീതിയിലുള്ള സിനിമയാണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, വിജയാണ് നായകൻ. വിജയുടെ സിനിമ എന്ന് പറയുന്നത് മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരിക്കും. ഏതായാലും ചുരകന്മാർ കുരയ്ക്കട്ടെ, അമ്പിളിമാവൻ ഉയർന്നു തന്നെ നിൽക്കുക തന്നെ ചെയ്യും. വിജയ്